ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 76ൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബിഗ് ബോസിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത് വേട്ടയൻ എന്ന മൂവിയിലെ രജനീകാന്തിൻ്റെ ഒരു സോങ്, നമ്മുടെ മഞ്ജു വാര്യരൊക്കെ അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ച ഒരു സോങ്ങോടുകൂടിയായിരുന്നു ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ബിഗ് ബോസ് നേരെ നമ്മുടെ ജയിൽ നോമിനേഷനിലേക്കുള്ളത് അനൗൺസ് ചെയ്യാണ്. നമ്മുടെ അനീഷായിരുന്നു ജയിൽ നോമിനേഷൻ ആദ്യം ചെയ്തത്. അനീഷ് നോമിനേറ്റ് ചെയ്യുന്നത് ആര്യനെ ആയിരുന്നു. ആര്യൻ ടാസ്കിൽ കള്ളക്കളി കളിച്ചില്ലേ, അത് പറഞ്ഞിട്ടായിരുന്നു അനീഷ് ആര്യനെ നോമിനേറ്റ് ചെയ്തത്. അതേപോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ അനുമോളെ നോമിനേറ്റ് ചെയ്തത് മറ്റേ പാല് പിരിഞ്ഞത് തൈരാണെന്നും പറഞ്ഞ് അനീഷിന് കൊടുത്തതും പിന്നെ കിച്ചണിലുണ്ടാകുന്ന കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആര്യനാണ് ജയിൽ നോമിനേറ്റ് ചെയ്തത്. ആര്യൻ നോമിനേറ്റ് ചെയ്തത് ഫസ്റ്റ് നമ്മുടെ അനീഷിനെയാണ്. അനീഷിനെ ഇനി ജയിലിൽ വിടരുതെന്ന് വിചാരിച്ചാണ്, നന്നായെന്ന് വിചാരിച്ചാണ്. പക്ഷേ അനീഷ് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അക്ബറിൻ്റെ കയ്യിൽ കടിച്ചതുൾപ്പെടെ പല കാര്യങ്ങളും അനീഷിൻ്റെ പറയുന്നുണ്ട്. അതിനുശേഷം അനുമോളെയാണ് പറയുന്നത്. അനുമോള് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് നെവിനോട് കാണിച്ച ബിഹേവിയറിനെ കുറിച്ചാണ് ആര്യൻ പറയുന്നത്. ഇവിടെ ആര്യൻ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആര്യൻ തന്നെയാണ് അനുമോളെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് അവിടെ വലിയ പ്രശ്നം ഉണ്ടായത്. അതൊരു മനഃപൂർവ്വം കരുതിക്കൂട്ടിയാണ് ചെയ്തതെന്നൊക്കെ പിന്നെ നൈറ്റ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് നൈസായിട്ട് അനുമോളെ അങ്ങ് നോമിനേറ്റ് ചെയ്തു. അനുമോൾക്കൊരു കാര്യം ഉണ്ടായിരുന്നില്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പോകേണ്ടത്. അതിനുശേഷം ഷാനവാസാണ് നോമിനേറ്റ് ചെയ്തത്. ആര്യനാണ് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ആര്യൻ പാലെടുത്ത് മോഷ്ടിച്ച് ആര്യൻ ഇഷ്ടമുള്ളതുപോലെ കഴിക്കുന്നു. അതേപോലെ അനുമോളെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം ഉണ്ടാക്കാൻ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളെയാണ്. അനുമോള് ക്യാപ്റ്റനോട് പറയാണ്ട് ഭക്ഷണം ഉണ്ടാക്കി. അതായത് ക്യാപ്റ്റനോട് പറയാൻ പറഞ്ഞപ്പോൾ അത് വേണ്ട, ഷാനവാസിക്ക സമ്മതിക്കില്ല എന്നൊരു വാക്ക് അനുമോള് പറഞ്ഞു. അപ്പം അത് ക്യാപ്റ്റനോട് പറയാതെ ചെയ്തതിന് അനുമോളെ ചെയ്തു. അതിനുശേഷം നോമിനേറ്റ് ചെയ്യുന്നത് ആദിലയാണ്. ആദില നമ്മുടെ അനുവിനെയും അതേപോലെ അനീഷിനെയാണ്. അനീഷ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു, തെറ്റ് കണ്ടാൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിക്കും. അതേപോലെ അനുമോളെ ക്യാപ്റ്റനിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ പോയി, ക്യാപ്റ്റനെ അറിയിക്കാതെ ഭക്ഷണം ഉണ്ടാക്കാൻ പോയതിനെക്കുറിച്ച്. അതല്ലാതെ അവർക്കിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ലൈവിലേ കാണിച്ചിട്ടുള്ളൂ, എപ്പിസോഡിൽ അതൊന്നും വ്യക്തമല്ല. എങ്കിലും ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ടിട്ട് അതിൽ അനുവിനെ നോമിനേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അനുമോളായിരുന്നു നോമിനേറ്റ് ചെയ്തത്. നെവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. ഒരു ഇരയെ പിടിക്കാൻ നടക്കുന്ന ഒരാളെ പോലെ നെവിൻ അനുവിൻ്റെ പുറകെ നടക്കുകയാണെന്നും ഭയങ്കര മാനസിക സംഘർഷം നെവിൻ കാരണം ഉണ്ടാകുന്നുണ്ട്. അത് സത്യമാണ്. നെവിൻ കുറച്ച് ഓവറാണ്. അവൻ ഫുഡ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അനുമോൾ കൊടുക്കാതായതെന്നും ഒക്കെ അനുമോൾ അവിടെ പറയുന്നുണ്ട്. അതേപോലെ അക്ബറിനെ രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നു. അക്ബർ അനുമോളുടെ ദേഹത്തേക്ക് ഫുൾ ബോഡി വെയ്റ്റ് ഇട്ട് അത് ഭയങ്കരമായിട്ട് അവൾക്ക് സ്ട്രെസ് ഉണ്ടാക്കിയെന്നും മൂക്കിൻ്റെ പാലത്തിലൊരു വളവ് വന്നെന്നും ബ്ലഡ് വന്നെന്നുമുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അത് അക്ബറിനെ പോലെ ഒരാളുടെ ബോഡി വെയ്റ്റ് വേറൊരാളുടെ ശരീരത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുള്ളും ഭയങ്കര ഒരു ബുദ്ധിമുട്ടുമാണ്. അത് അക്ബർ മനസ്സിലാക്കി കളിച്ചില്ല. അതാണ് അനുമോൾ അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ നെവിനാണ് നോമിനേറ്റ് ചെയ്തത്. നെവിൻ നോമിനേറ്റ് ചെയ്യുന്നത് അനുമോളെയും സാബുമാനെയാണ്. അനുമോളെ പറയുന്നത് ഈ നെവിനൊക്കെ അനുമോളുടെ ഡ്രസ്സിൻ്റെ പാൻറ്റിൻ്റെ അടി അവിടുന്ന് പാവ എടുത്ത കാര്യമൊക്കെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം നെവിൻ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അനുമോൾ കള്ളം പറയുകയാണ്, ഒരു ആർട്ടിഫിഷ്യൽ കൊലസ്ത്രീയാണ്. അതേപോലെ തന്നെ അമ്മൂമ്മയ്ക്ക് വിളിച്ചതും ഒക്കെ പറയുന്നുണ്ട്. അതേപോലെ അക്ബറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അക്ബറിനെ ബസ്സിലുള്ള ആളെ ഉന്തും തള്ളുന്ന ആ ഒരാളെ പോലെ ഉപമിച്ചതിനെക്കുറിച്ചൊക്കെ നെവിൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, അത് തെറ്റാണെന്നുള്ള രീതിയിലാണ്. അതിനുശേഷം സാബുമോൻ മര്യാദയ്ക്ക് ഗെയിം കളിച്ചില്ല എന്നുള്ള രീതിയിലാണ് നെവിൻ പറയുന്നത്. അതിനുശേഷം നൂറയാണ്. നൂറ നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെ അനുവിനെയാണ്. ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് നൂറയോ അതിലോ ആരാണ്ട് ഷാനവാസിനെ എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്തത് അറിഞ്ഞിട്ട് ഷാനവാസ് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചൊക്കെ പെരുമാറുന്നു. അതേപോലെ അനുവിനെ പറഞ്ഞത് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. എല്ലാവർക്കും അവകാശപ്പെട്ട ഫുഡ് കുറച്ച് പേർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കാൻ കൊടുത്തതിനെക്കുറിച്ചാണ് നമ്മുടെ നൂറ അനുവിനെ പറയുന്നത്. അതിനുശേഷം ലക്ഷ്മിയാണ് പറയുന്നത്. ലക്ഷ്മി അനുമോളെ തന്നെയാണ് ആദ്യം പറയുന്നത്. നമ്മുടെ അക്ബറിനെ കുറിച്ച് മോശമായിട്ടുള്ള പരാമർശം നടത്തി, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പിന്നെ അതേപോലെ എന്തെങ്കിലും വോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പലതും അസാധുവാക്കി കളഞ്ഞ് എല്ലാവരും ഒരേപോലെ ചെയ്യുമ്പോൾ അനുമോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും രണ്ട് പേര് ചുമ്മാ പറയുന്നു, അതൊരു ചിന്തിക്കാൻ കഴിവില്ലാത്ത രീതി കൊണ്ടാണ് എന്നൊക്കെയുള്ള രീതി ലക്ഷ്മി പറയുന്നു. അതേപോലെ നമ്മുടെ അക്ബർ ഖാനെ നോമിനേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അക്ബർ ഖാൻ അനുവിൻ്റെ മുകളിലേക്ക് അത്രയും ബോഡി വെയ്റ്റ് ഇട്ട് കൊടുക്കുമ്പം എവിടെയെങ്കിലും ഉരഞ്ഞോ അല്ലെങ്കിൽ ആ കൺവെയർ ബെൽറ്റിൻ്റെ ഇടയ്ക്ക് കൈയോ കാലോ ഫേസോ വല്ലതും പോയി കഴിഞ്ഞാൽ അതങ്ങ് ഒടിഞ്ഞു പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ആലോചിച്ചും കണ്ടും ചെയ്യണം എന്നുള്ള രീതിയിലാണ് അക്ബറിനെ നോമിനേറ്റ് ചെയ്തത്. അടുത്തത് നമ്മുടെ സാബുമാൻ വന്നിട്ട് അനുമോളെയും അനീഷേട്ടനെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്. സാബുമാൻ പറയാണ് അനീഷേട്ടൻ ഒരു ഫെയർ അല്ലാത്ത ഗെയിമാണ് കളിക്കുന്നത്, എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യില്ല. അതേപോലെ അക്ബറിനെ കടിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട്. അതേപോലെ അക്ബറിനോട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് എന്തുകൊണ്ട് അനുമോൾ അക്ബറിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പോയി, അത് ഫേക്കല്ലേ, ഫേക്ക് കളിക്കുന്നു
എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സാബുമോൻ അനുമോളുടെ അടുത്ത് ചോദിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അക്ബർ ഖാനാണ്. അക്ബർ വന്നിട്ട് അനുമോളെയും അതേപോലെ അനീഷിനാണ് നോമിനേറ്റ് ചെയ്യുന്നത്. അനുമോൾ നടത്തിയ ഒരു മോശം പരാമർശത്തെക്കുറിച്ചാണ് അക്ബർ ഖാൻ പറഞ്ഞത്. അതായത് ബസ്സിൽ നിൽക്കുന്ന ആളെ എന്ന രീതിയിൽ അക്ബറിനെ പറഞ്ഞതും, അതേപോലെ അക്ബറിനെ ഒരുപാട് ബോഡി ഷേമിങ് ചെയ്തതിനെക്കുറിച്ചും അവൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അവളെക്കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് അക്ബർ ഖാൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ അനീഷിനെ പറഞ്ഞത് അനീഷ് കടിച്ചതിനെക്കുറിച്ച്, അനീഷ് കടിച്ച പാട് ഷാനവാസിനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചൊക്കെയാണ് നമ്മുടെ അക്ബർ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അനു ഒരു വശമാണെങ്കിൽ അനീഷ് മറ്റൊരു വശമാണെന്ന് അക്ബർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങനെ ഹൗസിലുള്ള എല്ലാവരും, അതായത് അനു ഒഴിച്ച് എല്ലാവരും വോട്ട് ചെയ്തിട്ട് 9 വോട്ടുകളോടുകൂടി അനുവും 4 വോട്ടുകളോടുകൂടി അനീഷുമാണ് നമ്മുടെ ജയിൽ നോമിനേഷനിലായിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അനീഷ് വന്നിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുകയാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇവരെന്നെ പിന്നെയും ഇതിനകത്തിട്ട് ആക്കുന്നത്, ആര്യൻ ചെയ്ത തെറ്റിനെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണോ എന്നുള്ള രീതിയിലൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ പുറകെ വന്നിട്ട് അനീഷിനെ കളിയാക്കിക്കൊണ്ട് കുറേ ഡ്രാമ അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അനുമോളും ഷാനവാസും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ആയിരുന്നു. അനുമോൾ ചോദിച്ചായിരുന്നു, ഈ ലക്ഷ്മി പറഞ്ഞു ഞാൻ അക്ബറിനെ മോശക്കാരനായി ചിത്രീകരിച്ചു, അപ്പോൾ ലക്ഷ്മി എന്താ ചെയ്തത്, ഒനിയലിനെ ഇങ്ങനെ തന്നെയല്ലേ ചെയ്തത്. ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ലക്ഷ്മി അങ്ങനെ ഒനിയലിനെ ചിത്രീകരിച്ചത് മോശമായെന്ന് ലക്ഷ്മി മനസ്സിലാക്കി. പക്ഷെ അനുമോളൊന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ലക്ഷ്മി ചെയ്ത തെറ്റ് അനുമോൾ പിന്നെയും ചെയ്യണം എന്നില്ലല്ലോ. അതേപോലെ ഷാനവാസ് പറയുന്നുണ്ട്, ആവശ്യം കഴിഞ്ഞാൽ കറിവേപ്പില മാത്രമാക്കി കളയുന്ന ആൾക്കാരാണ് ആദിലെ നൂറെ. അവർക്ക് വേണ്ട ഫെയിം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. അതേപോലെ അനീഷ് എങ്ങനെ നോമിനേഷനിൽ വന്നു, അനീഷിൻ്റെ ഭാഗത്ത് ഇതിനു വേണ്ടി തെറ്റുണ്ടായിരുന്നോ, ആരെന്നെയല്ലേ എല്ലാവരും നോമിനേറ്റ് ചെയ്യാനിരുന്നത്, അനീഷിൻ്റെ ഭാഗത്തൊന്നും എങ്ങനെ ഒരു തെറ്റുമില്ല, ഞാൻ അനീഷ് എങ്ങനെ വന്നു എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ശരിക്കും അവിടെ വരേണ്ടിയിരുന്നത് ആര്യനായിരുന്നു, ആര്യൻ്റെ ഭാഗത്തായിരുന്നു തെറ്റുള്ളത്, ആര്യനായിരുന്നു കള്ളക്കളി കളിച്ചത്. പക്ഷെ അനീഷിനെ അവർ മനഃപൂർവ്വം എല്ലാവരും കൂടെ ചെയ്തു. അപ്പോൾ അത് നമ്മളറിയാതെ അല്ലെങ്കിൽ ഒരു സൈലൻ്റ് ആയിട്ടൊരു ഗ്രൂപ്പ് ഇവിടെ ഫോം ചെയ്ത് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. അങ്ങനെ 12ാം ആഴ്ചയിലെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ നോമിനേഷനായിരുന്നു. നൈസായിട്ട് നമ്മുടെ ആര്യനും അക്ബറും നെവിനും വന്നിട്ടുണ്ട്. 3 വോട്ടുകളോടുകൂടെ അക്ബറും 6 വോട്ടോടുകൂടി ആര്യനും 7 വോട്ടോടുകൂടി നെവിനും വന്നിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നൈസായിട്ട് ഷാനവാസ് പറയുന്ന പോലെ ഒരു ഗ്രൂപ്പ് പ്ലേ, അല്ലെങ്കിൽ ഈ 3 ഫ്രണ്ട്സ് എങ്ങനെ ഒരുമിച്ച് വന്നു. ആദിലെ നൂറയ്ക്ക് ഇപ്പോൾ ഓൾറെഡി ആ ഒരു ലൂപ്പിനകത്തായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് മാറ്റാൻ പറ്റത്തില്ല. കാരണം അനുവിൻ്റെ അടുത്തും ഷാനവാസിൻ്റെ അടുത്തും ഒന്ന് തെറ്റിക്കഴിഞ്ഞപ്പോൾ നൈസായിട്ട് അവരുടെ അടുത്ത് അങ്ങ് പോയി. അപ്പോൾ ആദിലയുടെയും നൂറയുടെയും പേര് ആരെങ്കിലും പറയുമോ, അതും ഇല്ല. ആകപ്പാടെ പറഞ്ഞത് എനിക്ക് അതൊന്നും അനുമോളാന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇവരും ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അനുമോളെയും അനീഷിനെയും ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ക്യാപ്റ്റനായിട്ടുള്ള സാബുമോൻ കൊണ്ടുപോവാണ്. ആ സമയത്ത് അനുമോൾ കുപ്പി കൊണ്ടുപോകുന്നതിന് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് സാബുമോൻ ഒരു കാര്യം പറയുന്നുണ്ട്, പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. അപ്പം അനുമോൾ പറയുന്നുണ്ട്, ഇതിന് മുന്നേയും കൊണ്ടുപോയിട്ടുണ്ടല്ലോ, എനിക്കറിയത്തില്ല എന്നുള്ള രീതിയിൽ സാബുമാൻ പറയുന്നത്. ഞാൻ അവരോട് ചോദിക്കട്ടെ, അപ്പം നീ ഇവിടുത്തെ ഒരു മെമ്പറല്ലേ, നീ ഇവിടുത്തെ ക്യാപ്റ്റൻ അല്ലേ, നിനക്കിതൊന്നും അറിയത്തില്ലേ, നീ അല്ലെങ്കിലും മറ്റുള്ളവർ എന്ത് പറയുന്നതെന്ന് കേട്ടിട്ടാണല്ലോ അതിനൊത്താണല്ലോ നീ ഇവിടെ തുള്ളാൻ നിൽക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ അനുമോൾ സാബുമാനെക്കുറിച്ച് പറയുന്നുണ്ട്. സാബുമാൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അനു അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ കണക്കിന് സാബുമാന് കൊടുക്കുന്നുണ്ട്. സാബുമാൻ മറ്റുള്ളവരുടെ അടുത്തുനിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് പറയുന്നത് എന്നുള്ള രീതിയിൽ. അതിനുശേഷം നമ്മുടെ ഷാനവാസിനെ വിളിച്ചിട്ട് ഒരു ഗെയിം കൊടുക്കുകയാണ്, ഒരു സീക്രട്ട് ഗെയിം കൊടുക്കുകയാണ്. നമ്മുടെ മിഡ് വീക്ക് എവിക്ഷൻ ഒരു പ്രാങ്കായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരാളെ എവിക്റ്റ് ചെയ്യുന്ന വിടുന്നതായിട്ട് അവർ പ്രാങ്ക് കൊടുക്കണം. അപ്പോൾ ആരെയാണ് ചൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഷാനവാസ് ആദിലയുടെ പേരാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഷാനവാസിൻ്റെ അടുത്ത് പറയുന്നത് ആദിലയാണ് ഔട്ടാവുന്നത് എന്ന് പ്രാങ്ക് ചെയ്യുമ്പോൾ അത് ഷാനവാസ് കൂടാതെ ഒരു 5 പേരും കൂടെ ആദിലയുടെ പേര് പറയണം. അപ്പം ആ 5 ആൾക്കാരെ ഷാനവാസ് കൺവിൻസ് ചെയ്യണം എന്നതായിരുന്നു ഷാനവാസിൻ്റെ ടാസ്ക്. അതിനിടയ്ക്ക് ഉജാലയുടെ ഒരു സ്പോൺസർ ടാസ്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് നമ്മുടെ ഷാനവാസും നൂറയും കൂടെ ജഡ്ജായിട്ട് 2 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് കളിച്ചു. അതിൽ സാബുമോനും ലക്ഷ്മിയും അതിലേമുള്ള ഗ്രൂപ്പ് ജയിച്ചു. അപ്പം ആ ഒരു സ്പോൺസർ ടാസ്ക് എൻ്റെ ഇടയ്ക്കൂടെ നൈസായിട്ട് അങ്ങ് നടന്നുപോയി. അതിനുശേഷം ഷാനവാസ് ആദ്യം പോയിട്ട് കൺവിൻസ് ചെയ്യുന്നത് അക്ബർ ഖാനെയാണ്. അക്ബറിൻ്റെ അടുത്ത് പറയുകയാണ്, ഒരു പ്രാങ്കാണ്, ബിഗ് ബോസ് പറഞ്ഞിട്ട് ചെയ്യാൻ പോകുന്ന പ്രാങ്കാണ്, അല്ല ആദിലെയാണ് ഔട്ടാക്കുന്നത് മിഡ് വീക്കിൽ എന്നുള്ള രീതിയിൽ പ്രാങ്ക് ചെയ്യണം. അപ്പം എന്നെ കൂടാതെ 5 പേരും കൂടെ വേണം. അപ്പം നിൻ്റെ അടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ആര്യനെയും നെവീനെയും എനിക്ക് കൺവിൻസ് ചെയ്യാൻ എളുപ്പമാണല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഒരിക്കലും ആര്യൻ്റെയും നെവീൻ്റെ അടുത്ത് പറയരുത് ഇത് പ്രാങ്ക് ആണെന്ന്, ഇത് റിയൽ ആണെന്നുള്ള രീതിയിൽ തന്നെ പറയുക എന്നുള്ള രീതിയിൽ ഷാനവാസ് അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പ്രാങ്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഫുഡ് കിട്ടും, നോൺ വെജ് ഫുഡ് കിട്ടും എന്നൊരു കള്ളത്തരം കൂടെ പറയുന്നുണ്ട്. അതുപോലെ ലക്ഷ്മീൻ്റെ അടുത്തും സാബുമോൻ്റെ അടുത്തും ഇതേ കാര്യം പറയുന്നു. പക്ഷേ അക്ബറിൻ്റെ അടുത്ത് മാത്രമാണ് റിയൽ ആയിട്ട് പ്രാങ്ക് ആണെന്ന് പറഞ്ഞത്. അപ്പം അക്ബർ വന്നിട്ട് ആര്യനെയും നെവീനെയും കൺവിൻസ് ചെയ്യുന്നു, ഇതൊരു സ്ട്രോങ് പ്ലെയർ അല്ലേ, അവൾ പോകുന്നെങ്കിൽ പൊക്കോട്ടെ, ആരാണെങ്കിലും പോകേണ്ടതല്ലേ, അങ്ങനെ ഫുഡൊക്കെ കിട്ടും എന്നുള്ള രീതിയിൽ അക്ബറും കൺവിൻസ് ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാവരും കൺവിൻസ്ഡായി ഒന്നും കൂടെ വന്ന് ഷാനവാസ് അവരുടെ അടുത്ത് പറഞ്ഞ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയാണ്.
അതിനുശേഷം മിഡ് വീക്ക് എവിക്ഷനെ കുറിച്ച് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അനീഷും അനുമോളും ഒഴിച്ച് എല്ലാവരും ആതിരയുടെ പേര് പറഞ്ഞു. അതിൽ അനീഷ് പറഞ്ഞത് ആര്യൻ്റെ പേരാണ്. ആര്യനെക്കുറിച്ച് അനീഷിന് പറയാനുള്ളത് 75 ദിവസത്തെ കഥ ഫുള്ള് 3/4 മണിക്കൂർ അനീഷ് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രാങ്ക് ആണെന്ന് അറിയാതെ പാവം. അങ്ങനെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ ആര്യൻ ഇതുപോലെ പൈസയുടെ ബലത്തിൽ PR-ൻ്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ള രീതിയിലൊക്കെ. അതൊക്കെ സത്യമാണെന്ന് അറിയത്തില്ല. അനീഷിന് കളി ആര്യൻ കട്ടെടുത്ത് മീൻസ് കള്ളത്തരം കാണിച്ച് കളിച്ചതും അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തിട്ടാണ് അനീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അനുമോൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു ആരെ പറയണം. പക്ഷേ ലാസ്റ്റിൽ നെവിനെ പറഞ്ഞു. കാരണം നെവിനാണ് അനുമോളെ ഏറ്റവും കൂടുതൽ അവിടെ ഏറ്റവും ഇറിറ്റേറ്റ് ആക്കുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നെവിനെ പറഞ്ഞു. പിന്നെ ആദില നൂറ പറഞ്ഞത് ഷാനവാസിനെയാണ്. കാരണം ഷാനവാസ് ഈ അവസരം നന്നായിട്ട് മുതലാക്കി. ഷാനവാസിന് പറയാനുള്ള സകല കാര്യങ്ങൾ ആദിലിനെ നൂറയെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഉള്ള അവസരം നന്നായിട്ട് യൂസ് ചെയ്തു ഷാനവാസ്. ആദിലെക്കുറിച്ച് മാത്രമല്ല നൂറയെക്കുറിച്ചും പറഞ്ഞു. പ്രാങ്ക് ആണെങ്കിൽ പോലും മനസ്സിലുള്ളത് നല്ല വൃത്തിക്കത് പറഞ്ഞു തീർത്തു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ നോർമൽ ക്യാഷ്വൽ അവർക്ക് മനഃപൂർവ്വം ഉണ്ടാക്കി പറഞ്ഞതാണോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുപോലെയൊക്കെ പറഞ്ഞു. അങ്ങനെ ആദില ഇവിടെ ഔട്ടാവുകയാണെന്നുള്ളത് ബിഗ് ബോസ് അവിടെ പ്രാങ്ക് അനൗൺസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ ആദില പോകുന്നതിനെക്കുറിച്ചുള്ള പ്രാങ്കിൻ്റെ കുറച്ച് നാടകീയ രംഗങ്ങളൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ആദിലയുടെ ഈ ഒരു പ്രാങ്ക് വീഡിയോയോട് കൂടി കുറേ കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. പലരുടെയും ഗെയിം, പലരുടെയും തിരിച്ചറിവുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇതിന് മുൻപേ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും ഷാനവാസ് നന്നായിട്ട് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. ആദിലിനെ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്യുന്നുള്ള രീതിയിൽ. അനീഷ് ശരിക്കും ആദിലയായിട്ടൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അനീഷിന് പിന്നെ ഓരോ ആഴ്ചയിലും ഓരോരുത്തരോടാണ്. അന്നേരം ആർക്കാണോ അനീഷിനോട് ബുദ്ധിമുട്ടുള്ളത് അല്ലെങ്കിൽ അനീഷിന് ബുദ്ധിമുട്ടുള്ളത് അവരെയാണ്. അവരിടയ്ക്ക് ആദിലയായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരാഴ്ച ആര്യനായതുകൊണ്ട് ആര്യൻ്റെ പുറത്തോട്ട് കയറി. ഇപ്പോൾ ആദിലയുമായിട്ടൊരു പ്രശ്നമെങ്കിൽ അതിൽ തന്നെ ചെയ്തേനെ. എന്തായാലും അനീഷ് അതിൽ തന്നെ ചെയ്തില്ല. പിന്നെ കുറേ നാടകീയ രംഗങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ അക്ബറിനെ ഖാനെയൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു അക്ബറിനെ എന്നുള്ള രീതിയിലൊക്കെ. പെട്ടെന്ന് എവിടെ നിന്നാണോ ഇത്ര ഇഷ്ടം പൊട്ടി മുളച്ചത് എന്ന് അറിയത്തില്ല. അപ്പോൾ ഇതൊക്കെ സത്യാവസ്ഥ അറിയുമ്പം എന്താകും നമുക്ക് നോക്കാം. അതിനുശേഷം പിന്നെ നെവീനെയും ആര്യനോടൊക്കെ ഒരു കോംബോ ഇപ്പോൾ അവർ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം അനൗൺസ് ചെയ്തു, ഫോട്ടോ എടുക്കാൻ അനൗൺസ് ചെയ്തപ്പം എനിക്ക് കൈ തരാത്ത ആ ഷാനവാസിൻ്റെ കൂടെയുള്ള ഫോട്ടോ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അയാൾ എൻ്റെ ഫ്രെയിമിൽ വേണ്ട എന്നുള്ളതൊക്കെ അതിൽ തുറന്നടിച്ചങ്ങ് പറയുകയാണ്. അതിനുശേഷം തിരിച്ചു വരാൻ വേണ്ടി ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. ആദിലയുടെ അടുത്ത് പ്രാങ്ക് ആണെന്ന് സമ്മതിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഷാനവാസിൻ്റെ അടുത്ത് ബാക്കി കാര്യങ്ങൾ ചോദിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദിലയുടെയും നൂറയുടെയും ചങ്കയ്ക്കൂടെ ഒരു ഇടി പൊട്ടി. അയ്യോ ഇത് വെറും പ്രാങ്ക് ആയിരുന്നോ, ഇനി ഷാനവാസിൻ്റെ അടുത്ത് എന്ത് പോയി ഞങ്ങൾ പറയും എന്നുള്ള രീതിയിൽ. അതിന് വലിയ താല്പര്യമില്ലാത്ത, ആ സീനിനൊന്നും വലിയ താല്പര്യമില്ലാതെ ബാക്കി ആൾക്കാരെല്ലാം വീട്ടിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. പ്രാങ്ക് ആണെന്ന് എല്ലാവരും സമ്മതിച്ചു. എൻ്റെ ഇടയ്ക്ക് അനു ചോദിക്കുന്നുണ്ട് നൂറയുടെ അടുത്ത് നിനക്ക് അറിയാമായിരുന്നോ എന്നൊക്കെ. കാരണം നൂറ ഒരു തുള്ളി പോലും കരഞ്ഞില്ല. അത് വെച്ചിട്ടാണ് അനു ചോദിക്കുന്നത്. എന്നിട്ട് നേരെ അവർ ചെന്നപ്പം അനീഷാണ് ശരിക്കും ഇവിടെ പ്രാങ്ക് ആയതെന്ന് ആര്യം പറയുന്നുണ്ട്. കാരണം അനീഷ് മനസ്സിൽ തൊട്ട് തുറന്നടിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞ് അനീഷിനെ കളിയാക്കുന്നുണ്ട്. ഈ സീൻ എല്ലാവരും ഒന്ന് മനസ്സിൽ പിടിച്ച് വെച്ചോ കേട്ടോ. എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം കുളമാകാമാകുന്ന ഒരു സീൻ മാത്രമാണ്. അനുമോൾ ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ട്. ഇവളുമാർ എന്ത് തെണ്ടികളാണെന്നുള്ള രീതിയിൽ. കാരണം കുറച്ച് നേരം മുൻപേ വരെ ഷാനവാസിൻ്റെ കുറ്റം പറഞ്ഞ് അനുമോൾ ഷാനവാസിൻ്റെ അടുത്ത് മിണ്ടിയതിനെ വരെ കുറ്റം പറഞ്ഞ് വഴക്കിട്ടുകൊണ്ടിരുന്നവൾ ഒരു പ്രാങ്ക് ഷാനവാസ് ചെയ്തപ്പോഴത്തേക്ക് രണ്ടുപേരോട് ഓടിപ്പോയി കെട്ടിപ്പിടിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അക്ബറിൻ്റെ അടുത്തുമൊക്കെ കൂട്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു റിലേഷനും എല്ലാം കൂടെ എങ്ങനെ പോകുമെന്ന് നോക്കാം. ആകെപ്പാടെ പെട്ടിരിക്കുന്നത് നമ്മുടെ മുതലാളി ഇവിടെ ഉണ്ട്. ഷാനവാസ് തന്നെ വഞ്ചിച്ചു, ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഘോരഘോരം അവിടെ ഇരുന്ന് ആ മൂലയ്ക്കിരുന്ന് പറയുന്നുണ്ട്. ഒന്നോർത്ത ഷാനവാസിൻ്റെ പറയായിരുന്നു അല്ലേ ആളുടെ അടുത്ത്. ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല എന്നുള്ളത് വേറൊരു ഫാക്ട്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്തായാലും ഷാനവാസിനോട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇവിടെ തകരും അല്ലെങ്കിൽ തകർക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി അവനുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ കളികൾ ഒരുപാട് മാറി മറിയാം ഈ ഒരു പ്രാങ്കോടുകൂടി. ഒരുപാട് ഡിഫറൻസ് വരുന്നുണ്ട്. അനു പറയുന്നുണ്ട് ഇവരെന്നെ എന്തുകൊണ്ട് പറയാതെ ആദിലയുടെ പേര് പറഞ്ഞു. പറയുവാണെങ്കിൽ ഇവർ എൻ്റെ പേരല്ലേ പറയേണ്ടതെന്ന് അനുവിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതങ്ങ് മാറിക്കിട്ടി. പ്രാങ്ക് ആയതുകൊണ്ട് മാത്രമാണ് അവർ ആദിലയുടെ പേര് പറഞ്ഞതെന്നും പറയുവാണെങ്കിൽ ഇവർ തൻ്റെ പേര് തന്നെ പറയത്തുള്ളെന്നും അനുവിനും മനസ്സിലാക്കി. അതേപോലെ തന്നെ ആദിലയുടെ നൂറയുടെ സ്വഭാവം കുറച്ചും കൂടെ ഒന്ന് അനു മനസ്സിലാക്കിയതാണ്. ഒരു 5 മിനിറ്റ് മുൻപേ കുറ്റം പറഞ്ഞ ആൾക്കാരെ പിന്നെയും പോയി കെട്ടിപ്പിടിക്കുക, ഇത്രയും നാളും കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നവരല്ലേ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആവുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ ബിഗ് ബോസ് പ്ലസ്സിൽ അവർ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഓരോരുത്തരും ആരെയൊക്കെ തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ആദില, നൂറ, നമ്മുടെ അനുമോൾ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങൾ തമ്മിൽ അവർ പറഞ്ഞു തീർക്കുന്ന ഒരു കുറേ കാര്യങ്ങൾ, അത് കുറച്ച് നാടകീയമായ രംഗങ്ങളായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി. പക്ഷെ അനു ആരും കുറ്റം പറഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യം. പക്ഷെ ആദില, നൂറ നടന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല അനുവിനെയും ഷാനവാസിനെയും കംപ്ലീറ്റ്ലി ഒഴിവാക്കി അക്ബറിൻ്റെയും ഗ്യാങ്ങിൻ്റെയും കൂടെ ചേരാനുള്ളൊരു പ്ലാൻ പോലും അവർ നൈസായിട്ട് എടുക്കുന്നുണ്ട്. അത് തുടക്കം തൊട്ട് ഇതുവരെയുള്ള ഒരു എല്ലാ എപ്പിസോഡിലും നോക്കുവാണെങ്കിലും ഇവരെങ്ങനെ മാറിയും തിരിഞ്ഞും കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇന്നിനി നമുക്ക് നോക്കാം ആരാണ് ഔട്ടാവുന്നത് ആ എപ്പിസോഡിൽ. ഈ വട്ടം ആരാണ് ശരിക്കും പോകുന്നത്, ലക്ഷ്മിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണാം. അപ്പം റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതിനോടൊപ്പം ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താ അഭിപ്രായങ്ങൾ തോന്നുന്നു എന്നുള്ളതൊക്കെ.